വാർത്തകളിലേക്ക് വീണ്ടും. ബില്ലുകൾ ഗവർണർ സർക്കാരിന് കൈമാറി. രാഷ്ട്രപതി തീരുമാനമെടുത്ത ബില്ലുകളാണ് ഗവർണർ സർക്കാരിന് കൈമാറിയത്. ലോകായുക്ത ബില്ലിൽ സർക്കാരിന് വിജ്ഞാപനം ഇറക്കാമെന്നും രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചു. രാഷ്ട്രപതി തടഞ്ഞ 3 ബില്ലുകൾ ഗവർണർ സർക്കാരിന് തിരിച്ചയച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ ഒരു ബില്ലിൽ മാത്രം, അതായത് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ മാത്രമാണ് ഗവർണർ രാഷ്ട്രപതി അനുമതി സ്പീക്കറിന് നൽകിയത്. മറ്റ് 3 ബില്ലുകൾ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതി തടഞ്ഞ 3 സർവകലാശാല ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാതിരിക്കുകയായിരുന്നു. ഇതടക്കം, അതായത് രാഷ്ട്രപതി തടഞ്ഞ 3 സർവകലാശാല ബില്ലുകളും ലോകായുക്ത ബില്ലടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. സർക്കാരിന് ലോകായുക്ത ബില്ലിൽ ഇനി ഗവർണർ ഒപ്പിടേണ്ടതില്ല എന്നുള്ളതാണ് രാജ്ഭവന്റെ തീരുമാനം. സർക്കാരിന് ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കാം എന്നും രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാഷ്ട്രപതി തടഞ്ഞുവെച്ച 3 സർവകലാശാല ബില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കണം, വി സി സെർച്ച് കമ്മിറ്റി ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല്, അതടക്കം 3 സർവകലാശാല ഭേദഗതി ബില്ലുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോലെ തന്നെ അക്കാര്യത്തിൽ ഗവർണർ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകാൻ രാജ്ഭവൻ ഒരുങ്ങുകയാണ്. പലതവണ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് സ്വാഭാവികമായും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ബില്ലുകൾ, അതായത് 4 ബില്ലുകൾ ഗവർണർ സർക്കാരിന് കൈമാറുന്നതിലൂടെ ഒരു സന്ദേശം കൂടി ഗവർണർ സർക്കാരിന് നൽകിയിട്ടുണ്ട്. രജിത. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.